ഇനി ന്യൂറോളജിക്കൽ അസസ്മെന്റ് എന്ന് പറയുന്നത്, അതായത് ഗ്ലാസ്കോ കോമ സ്കെയിൽ. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ഗ്ലാസ്കോ കോമ സ്കെയിൽ എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ആക്യുറേറ്റ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇതിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമായിട്ടാണ് കാണുന്നത്. കാരണം ഒരു സയൻസ് അല്ലെങ്കിൽ പുള്ളി പോസിറ്റീവായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സയൻസിൽ നിന്ന് അല്ലെ ഒരു പെർസെപ്ഷനാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു പോയിന്റ് ചെറുതാകുന്നത് പോലും വലിയ ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പം അതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയോളജി നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അതായത് ഇതിൽ 3 തൊട്ട് 15 വരെയുള്ള ഒരു അളവാണ് കിടക്കുന്നത്. അതായത് ഏറ്റവും മിനിമം ഒരു റെസ്പോണ്ടും ഇല്ലാത്തൊരു പേഷ്യൻറ്റിനും അത് 3 മിനിമം കാണും. ഇനി മാക്സിമം എല്ലാം ഓക്കെ ആണെങ്കിൽ പുള്ളി ഏറ്റവും കൂടുതൽ എത്ര വരെ വരും? 15 വരെ വരും. 15 എന്ന് പറയുന്നത് ഫുള്ളി നോർമലാണ്. മനസ്സിലായോ? ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ. ഇനി ഇവിടെ നമ്മൾ അസസ് ചെയ്യുന്ന പോയിന്റുകൾ എന്താ? 3 പോയിന്റുകളാണ്. ഒന്ന്, ആളിന്റെ വിഷൻ, കാഴ്ച. വിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഐ ആണ് ചെക്ക് ചെയ്യുന്നത്. 2, വെർബൽ റെസ്പോൺസ്, അതായത് ഭാഷാപരമായിട്ടുള്ള പുള്ളിയുടെ റെസ്പോണ്ട് എങ്ങനെയാണ്. 3, മോട്ടോർ റെസ്പോൺസ്, അതായത് ശരീരത്തിന്റെ സ്വയം നിയന്ത്രിക്കാൻ ശേഷിയുള്ള ചലന ഭാഗങ്ങളെല്ലാം എങ്ങനെയാണ് അയാളുടെ ബ്രെയിൻ കോർഡിനേറ്റ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട്. അതായത് മോട്ടോർ റിഫ്ലക്സ്, സ്വയം വോളണ്ടറി മസിൽസുകൾ, അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്യാവുന്ന മസിൽസുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ വിഷൻ, സ്പീച്ച്, മോട്ടോർ റിഫ്ലക്സ്, ഇത് 3നെയും അസസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് ഗ്ലാസ്കോ കോമ സ്കെയിൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? പിന്നെ ഇതിന് ഓരോരോ പോയിന്റ് കൂടിയാണ് പോകുന്നത്. അതായത് ഐക്ക് 4 പാരാമീറ്റേഴ്സ് ആണ് ചെക്ക് ചെയ്യുന്നത്. എന്നാൽ അടുത്ത വെർബലിലേക്ക് വരുമ്പോഴും അത് 5 ആവും. വീണ്ടും മോട്ടോർ റെസ്പോൺസിലേക്ക് വരുമ്പോഴും അത് 6 ആവും. അതായത് ഓരോന്ന് കൂടിയാണ് പാരാമീറ്റേഴ്സ്, ഓരോന്ന് കൂടിയാണ് മുന്നോട്ട് വരുന്നത്. ഇനി നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് വിഷൻ, അതായത് വിഷൻ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് റെസ്പോണ്ട് ആണ്. അതായത് നമ്മൾ അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പുള്ളിയുടെ തന്നെ ആരോടും ഒന്നും ചോദിക്കാതെ കണ്ണ് തുറന്ന് നോക്കുക. മനസ്സിലായോ? വരുന്ന ആളെ കാണുക. അത് സ്പോണ്ടേനിയസ് ആണ്, ആരും പറഞ്ഞിട്ടല്ല ചെയ്യുന്നത്, തന്നെ ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു പോയിന്റ്. ഇതാണെങ്കിൽ പുള്ളിക്ക് 4 എന്ന പോയിന്റ് കൊടുക്കും. ഫുള്ളി കോൺഷ്യസ് ആണ്, പ്രശ്നമില്ല. ഇനി രണ്ടാമത്, പുള്ളി കണ്ണ് എപ്പോഴും അടച്ചു വെച്ചേക്കുക. നമ്മൾ വോയിസ് കൊടുത്താൽ മാത്രം കണ്ണ് തുറക്കും. മനസ്സിലായോ? അങ്ങനെ ഉണ്ടെങ്കിൽ പുള്ളിയുടെ പോയിന്റ് 3 ആണ്. അപ്പൊ കണ്ടില്ലേ, ഒന്നിൽ നിന്ന് ഒരു ഇത് കുറഞ്ഞു. 3 എന്ന് പറയുന്നത് വിഷനിൽ പെയിൻ കൊടുത്താൽ, അതായത് നമ്മൾ അടുത്ത് നിന്നും ആളെ വിളിച്ചു, ആള് കേൾക്കുന്നില്ല, നമ്മളൊരു പെയിൻ കൊടുത്താൽ ആള് കണ്ണു തുറക്കും. അപ്പം റേഞ്ച് കൂടി കുറഞ്ഞു വരിക. പിന്നെ 4, നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ആള് തുറക്കത്തില്ല. അതിന് 1. ഇതാണ് വിഷന്റെ. മനസ്സിലായോ? സിമ്പിൾ കാര്യമാണ്. നമ്മൾ ചെല്ലുമ്പോഴേ തന്നെ തുറക്കുന്നു, നമ്മൾ സംസാരിച്ചാൽ തുറക്കും, ചിലത് നമ്മൾ പെയിൻ കൊടുത്താൽ തുറക്കും. ഇനി ഒന്നും തുറക്കുന്നില്ലേ, 1. ഇനി അതുപോലെ തന്നെ സ്പീച്ച്. അടുത്തത് നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ചെല്ലുമ്പോഴേ കൃത്യമായിട്ട് അയാൾ സംസാരിക്കുന്നുണ്ട്, കൺവേഴ്സ് ചെയ്യുന്നുണ്ട്, പുള്ളിയോട് ചോദിക്കുന്നതിനൊക്കെ കൃത്യമായ മറുപടി പറയുന്നുണ്ട്, ഓറിയന്റഡ് ആണ്. പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേര് കൃത്യം പറയും, സമയം എന്താന്ന് ചോദിച്ചാൽ സമയം പറയും, എവിടെയാ സ്ഥലം എന്ന് ചോദിച്ചാൽ എല്ലാം പറയും, ടൈം എത്രയാ അതും പറയും. ഓറിയന്റഡ് ടു പ്ലേസ്, ടൈം, പേഴ്സൺ എല്ലാം അറിയാം. ആരാണ് സംസാരിക്കുന്നത്, നേഴ്സാ, എല്ലാം അറിയാം. അങ്ങനെ ഫുള്ളി കോൺഷ്യസ് ആയ ആൾക്ക് സ്കോറാണ് 5. അയാൾ സംസാരത്തിൽ എല്ലാം ഓറിയന്റഡ് ആണ്. മനസ്സിലായോ? രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് കൺവേഴ്സ് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പക്ഷെ എന്താ, ഓറിയന്റഡ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പുള്ളിക്കൊരു വ്യക്തതയില്ല. ഇത് നല്ല കോൺഫിഡൻസോടെയാണ് എല്ലാം പറയുന്നത്. ഇവിടെ പുള്ളിക്ക് കോൺഫിഡൻസ് ഇല്ല. അതായത് പുള്ളിയോട് പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി കൺഫ്യൂസ്ഡ് ആയിട്ട് കുറച്ചു നേരം സംസാരിക്കുക, എന്നിട്ട് വേറെ ഒരു പേര് പറയും.
മനസ്സിലായോ? സമയം എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ല. അത് രാവാണോ പകലാണോ എന്നൊന്നും പുള്ളിക്ക് പിടികിട്ടുന്നില്ല. മനസ്സിലായോ? അതായത് കൺഫ്യൂസ്ഡ് ആണ്. അതാണോ ഇതാണോ ശരി എന്നുള്ളത് ഒന്ന് നിശ്ചയിക്കാൻ പുള്ളിക്ക് പറ്റുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ 4 ആണ്. പിന്നെ ഇൻഅപ്രോപ്രിയേറ്റ് വേർഡ്സ് ആണ്. പിന്നെ സ്പീക്കിംഗ് എന്ന് വെച്ചാൽ നമ്മൾ അയാളോട് ചോദിക്കുക എവിടെ പോവാ, അല്ലെ എവിടെയാ കിടക്കുന്നത്, ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ് പറയുന്നത്. ഞാൻ വണ്ടി ഓടിക്കുക. മനസ്സിലായോ? ഇൻഅപ്രോപ്രിയേറ്റ്, അതായത് ആ സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ചുള്ള ഒരു വേർഡ് അല്ല പുള്ളി പുറപ്പെടുവിച്ചേക്കുന്നത്. മനസ്സിലായോ? ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഇൻഅപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ 3 ആണ് കൊടുക്കുന്നത്. മേളിൽ കണ്ടില്ലേ, ആൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, സംശയങ്ങളേ ഉള്ളൂ. ഇതിലേക്ക് വന്നപ്പം കണ്ടില്ലേ, പുള്ളി ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ് പറയുന്നത്. 2 എന്ന് പറയുന്ന മാർക്ക് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴാണ്? ഇൻഅപ്രോപ്രിയേറ്റഡ് സൗണ്ടാ. മറ്റത് പുള്ളി എന്തോ സംസാരിക്കാൻ 3 പറയുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. നമുക്കത് എന്തൊക്കെയോ വേർഡ്സുകൾ പറയുന്നുണ്ട്, നമുക്കത് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. ഇവിടെ പുള്ളി ആർക്കും മനസ്സിലാകാത്ത ഒരു ഭാഷയാണ് പറയുന്നത്. സൗണ്ടുകളാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ആളിന്റെ പേരെന്താ, ഓ, യാതൊരു ബന്ധവും ഇല്ല. അയാൾക്ക് അത്ര ആ സൗണ്ടേ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനെ ഉണ്ടെങ്കിൽ 2. ഇൻഅപ്രോപ്രിയേറ്റഡ് സൗണ്ട് മാത്രമാണെങ്കിൽ, വേർഡ്സ് ഇല്ല. പിന്നെ സ്പീക്കിംഗ്, ഒരു സ്പീക്കിങ്ങും ഇല്ല, നോ സ്പീക്കിംഗ്. എന്ത് ചോദിച്ചാലും, എന്ത് വേദന കൊടുത്താലും, എന്ത് സ്റ്റിമുലൈ കൊടുത്താലും ആള് സംസാരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ 1. കണ്ടോ, ഇതിലൊക്കെ ഓരോന്നിലും ഓരോന്ന് കുറയുമ്പം വലിയ ഗൗരവകരമായ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ ഒരു പോയിന്റ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ വലിയ ഗൗരവമുള്ളതായിട്ട് മാറുന്നത്. ഇനി അടുത്താണ് മോട്ടോർ റിഫ്ലെക്സ്. അതായത് മോട്ടോർ റിഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് തന്നെത്താനെ എല്ലാം 6 ആണ്, 6 പോയിന്റുകളാണ് ഉണ്ടാക്കുന്നത്. അതായത് ഇതില് 6 പോയിന്റാണ്. 6 പോയിന്റുകളിൽ ഏറ്റവും കോൺഷ്യസ് ആണെങ്കിൽ ഒബേ കമാൻഡ്. അതായത് മോട്ടോർ റിഫ്ലെക്സിൽ ഒബേ കമാൻഡ്, അതായത് നമ്മൾ ചോദിക്കുന്നതെല്ലാം പുള്ളി കൃത്യമായിട്ട് ചെയ്യും. പുള്ളിയുടെ മോട്ടോർ റിഫ്ലെക്സ് വെച്ച് മൂവ്മെന്റ് ചെയ്യും. കൈ മാറ്റാൻ പറഞ്ഞാൽ കൈ മാറ്റും, കൈയെ പിടിക്കാൻ പറഞ്ഞാൽ പിടിക്കും, എല്ലാം കറക്റ്റാണ്. മനസ്സിലാവും? അങ്ങനെയാണെങ്കിൽ 6. പിന്നെ റിയാക്ഷൻ ടു ദ പെയിൻ, അതായത് മോട്ടോർ റിഫ്ലെക്സിൽ നമ്മൾ അയാളുടെ ഒരു കൈയിൽ ഒരു പെയിൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പുള്ളി മാറ്റുന്നില്ല. നമ്മളൊരു പെയിൻ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി മറ്റേ കൈ കൊണ്ട് വന്ന് തട്ടി മാറ്റും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റേ കൈ ഉയർത്തി ഈ കൈയെ തട്ടി, നമ്മൾ പെയിൻ കൊടുത്ത കൈയെ തട്ടി മാറ്റുന്നുണ്ടെങ്കിൽ റിയാക്റ്റീവ് ആണ്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. റെസ്പോണ്ട് ടു പെയിൻ, അത് 5 ആണ്. പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ വിഡ്രോ ഫ്രം ദ പെയിൻ, അതായത് നമ്മൾ പെയിൻ കൊടുത്തിരുന്ന പുള്ളിക്ക് മറ്റേ കൈ എടുത്ത് ഉയർത്തി മാറ്റാനുള്ള ശേഷിയില്ല. പക്ഷെ പള്ളി കൈയിൽ മാറ്റിക്കളയും, വിഡ്രോ ചെയ്യും, പെയിൻ കൊടുത്ത സ്ഥലത്ത് നിന്ന് കൈ മാറ്റാൻ ശ്രമിക്കും. അങ്ങനെയുള്ളത് 0.4, അതായത് 4 ആണ് അതിന് കൊടുക്കുന്ന മാർക്ക്. പിന്നെ അതായത് പേഷ്യന്റ് കൈ ഇങ്ങനെ നീട്ടി വെച്ചേക്കുക, നമ്മൾ പെയിൻ കൊടുത്തു കഴിയുമ്പോൾ കൈ തേണ്ട ഇങ്ങനെ ഫ്ലെക്സ് ചെയ്ത് വെക്കും. പെയിൻ എപ്പോൾ കൊടുത്താലും കൈ ഇങ്ങനെ ഫ്ലെക്സ് ചെയ്ത് വെക്കും. ഇങ്ങനെ ഫ്ലെക്സ് ചെയ്ത് വെക്കുന്നതിന് പെയിൻ ടു ദ ഫ്ലെക്ഷൻ 3 മാർക്ക്. അതിന് പറയുന്ന പേരാണ് ഡികോർട്ടിക്കേറ്റഡ് പോസ്ചർ എന്ന് പറയും. ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കാലിങ്ങനെ സ്റ്റിഫാക്കി പുറകെ ഇങ്ങനെ വലിക്കുന്ന ഇങ്ങനെ പറയുന്ന പരിപാടിക്കാണ് ഡികോർട്ടിക്കേറ്റഡ് പോസ്ചർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പെയിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൈ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ 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 പിടിക്കും. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പുള്ളിക്ക് പെയിൻ കൊടുത്താൽ അപ്പം പുള്ളി കൈ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കാലിങ്ങനെ നീട്ടി തല ഇങ്ങനെ പൊക്കി പിടിക്കും. അതിന് പറയുന്ന പേരാണ് ഡീസെറിബ്രേറ്റഡ് പൊസിഷൻ എന്ന് പറയുന്നത്. ഡീസെറിബ്രേറ്റഡ് പോസ്ചർ എന്ന് പറയും.
അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് തന്നെ ചെയ്ത് ഇങ്ങനെ കാണിക്കുന്നതിനാണെങ്കിൽ 2 മാർക്ക്. പിന്നെ മോട്ടോർ റിഫ്ലക്സിൽ ഒരു റെസ്പോണ്ടും ഇല്ല, അതായത് ഒരു സാധനം അനക്കാതെ പുള്ളി സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ചത്ത തടി പോലെ കിടക്കുവാണെങ്കിൽ പോയിന്റ് അതിന് 1 മാർക്കാണ് കൊടുക്കുന്നത്. ഇതാണ് ഗ്ലാസ്കോ ഗോമ സ്കെയിൽ എന്ന് പറയുന്നതിനെ കുറിച്ച് പൊതുവായിട്ട് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.